സായാഞ്ജലി ഭാഗം 17. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സായ് ചോദിച്ചു. ഹേ, ഒന്നുമില്ല സർ, സാന്ദ്രയും ആനന്ദും പറഞ്ഞു. സായ് ഗൗരവത്തോടെ തൻ്റെ ക്യാബിനിലേക്ക് പോയി. സായ് സാറിന് എന്താ ഒരു ഗൗരവം പോലെ? ഇവിടെ പറഞ്ഞത് വല്ലതും കേട്ടിട്ടുണ്ടാവുമോ? ഡോണ ഒരല്പം പേടിയോടെ ആനന്ദിനോടും സാന്ദ്രയോടും കൂടി പറഞ്ഞു. സാർ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒന്നും കേട്ടിട്ടുണ്ടാകില്ല, ഇത് വേറെ എന്തോ ആണ്, സാന്ദ്ര പറഞ്ഞു. അപ്പോഴേക്കും സായ് ആനന്ദിനെ സായിയുടെ ക്യാബിനിലേക്ക് വിളിച്ചു. ആനന്ദ് വന്നതും, ഇന്ന് ആദർശ് ഗ്രൂപ്പുകാർ നമുക്കെതിരെ കോർട്ടിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ സ്ഥലം അനധികൃതമാണെന്ന് കാണിച്ച്. നമ്മുടെ അഡ്വക്കേറ്റ് ബെന്നി സാർ കുറച്ചു മുൻപാണ് വിളിച്ച് വിവരം പറഞ്ഞത്. അതിന് നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാ പേപ്പേഴ്സും കറക്റ്റാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വിധി വരുന്നതുവരെ കോർട്ടിന് സ്റ്റേ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വക്കീൽ പറഞ്ഞത്. നമ്മൾ ഈ ആദർശ് ഗ്രൂപ്പുകാരെ ഉപദ്രവിക്കാനോ അവരുടെ ബിസിനസ്സിൽ ഇടപെടാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ എന്തിനാണ് അവർ എപ്പോഴും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഒരു ബിസിനസ് ആകുമ്പോൾ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുമല്ലോ. അവരെക്കാൾ ഉയരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാകുമല്ലോ. നമ്മൾ എത്രയൊക്കെ നന്മ ചെയ്താലും നമ്മുടെ വീഴ്ച കാത്തിരിക്കുന്നവരായിരിക്കും അധികവും. ബിസിനസ്സിൽ ഉയരുന്നത് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും. പക്ഷേ ഒരു നിമിഷം മതി താളം തെറ്റി നിലംപതിക്കാൻ. എന്തായാലും ആ പ്രോജക്റ്റിൻ്റെ എല്ലാ ഫയലുകളും എത്രയും പെട്ടെന്ന് ബെന്നി സാറിനെ ഏൽപ്പിക്കണം. എനിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് വിൻസ്റ്റൺ ഗ്രൂപ്പ്സിൻ്റെ ചെയർമാനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ആനന്ദ് വേണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ. ഒരു മിസ്റ്റേക്കും ഉണ്ടാവരുത്. ഓക്കെ സാർ, എല്ലാം വേണ്ട പോലെ ചെയ്തോളാം. സാർ ടെൻഷൻ ആവണ്ട. ഓക്കെ. ആനന്ദ് പോകാൻ തിരിഞ്ഞതും, ആനന്ദ് ജസ്റ്റ് എ മിനിറ്റ്. പറയൂ സാർ. ഡിംപിളായിട്ട് എന്താണ് അവിടെ ഒരു പ്രശ്നം? ഒന്നുമില്ലല്ലോ സാർ, ആനന്ദ് ഒരു പരിങ്ങലോടെ പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ? ആ ഒരു കോർപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വേണ്ടേ? അറിഞ്ഞുകൊണ്ട് ആരെയും ശത്രുക്കളാക്കാതെ ഇരിക്കുക. ഓക്കെ? സോറി സർ, ഇനി ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മുടെ ടൂർ പ്ലാനിങ് എന്തായി? ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ സുനിതയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ടൂർ വേണ്ടെന്നാണ് എല്ലാവരുടെയും തീരുമാനം. നെക്സ്റ്റ് മന്ത് തൊട്ട് ആൾ മെറ്റേണിറ്റി ലീവിലാണ്. അതുകൊണ്ട് ടൂർ വേണ്ട, ഒരു പാർട്ടി ആക്കാം. അതിൻ്റെ കൂടെ ഒരു മദർ ടു ബി ഫംഗ്ഷൻ കൂടി നടത്താമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. ഇനി നമുക്ക് ഈ കേസിൻ്റെ കാര്യം അറിഞ്ഞിട്ട് പോരെ ഫംഗ്ഷൻ വെക്കൽ? ആനന്ദ് ചോദിച്ചു. അതൊന്നും വിഷയമല്ല ആനന്ദ്, നമ്മുടെ ഭാഗം ക്ലിയറാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഒന്ന് കരുതിയിരിക്കണം എന്ന് മാത്രം. അതോർത്ത് വറീഡാകണ്ട. നിങ്ങൾ പാർട്ടി നടത്താൻ തീരുമാനിച്ചോളൂ. ഓക്കെ സർ. ആനന്ദ് ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങിയതും, എന്താ ആനന്ദ്, എന്തിനാ സാറ് വിളിച്ചത്? ഡോണ ചോദിച്ചു. അത് നമ്മുടെ പുതിയ പ്രോജക്റ്റിനെതിരെ ആദർശ് ഗ്രൂപ്പുകാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിരുന്നു. ആ പ്രോജക്റ്റിനെതിരെ എന്ത് കേസാണ്? സായ് പറഞ്ഞതിനെക്കുറിച്ചെല്ലാം ആനന്ദ് ഡോണയോട് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് എല്ലാവരോടും കൂടി പാർട്ടി എന്ന് നടത്തണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആനന്ദ് പുതിയ പ്രോജക്റ്റിൻ്റെ ഫയലുകളെല്ലാം നോക്കാൻ തുടങ്ങി. എല്ലാവരും ചെറിയൊരു ഡിസ്കഷന് ശേഷം ഈ മാസം 28-ന് പാർട്ടി വയ്ക്കാം എന്നവർ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞതും വർക്കുകൾ ആനന്ദിനെ ഏൽപ്പിച്ച് 2 മണിക്കുള്ള വിൻസ്റ്റൺ ചെയർമാനുമായുള്ള മീറ്റിങ്ങിനായി സായ് പുറപ്പെട്ടു. സായിയുടെ വീട്ടുകാർ പോയതും ഭാസ്കർ അമ്മയെ വിളിച്ച് സായിയുടെ കാര്യം പറഞ്ഞു. കാര്യം അറിഞ്ഞപ്പോൾ അമ്മ ഒരുപാട് സന്തോഷിച്ചു. ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് പറയുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മകൾ തെറ്റായ ഒരു തീരുമാനവും എടുക്കില്ല എന്ന്. അവൾ ബുദ്ധിയും പക്വതയും ഉള്ളവളാണ്. ഭാസ്കർ അഭിമാനത്തോടെ അഞ്ജലിയെക്കുറിച്ച് മാധവിയോട് പറഞ്ഞു. ഈശ്വരൻ എല്ലാം മംഗളമായി നടത്തിയാൽ മതിയായിരുന്നു, മാധവി പറഞ്ഞു. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് അഞ്ജലിക്ക് സന്തോഷമായി. അശ്വതിയോട് വിവരം പറയണ്ടേ? ഈ വിവരം അറിഞ്ഞാൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും, ഭാസ്കർ മാധവിയോട് പറഞ്ഞു. ചേച്ചിയോട് ഞാനെല്ലാം പറഞ്ഞിരുന്നു അച്ഛാ. ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി പറഞ്ഞു. എന്നും പറഞ്ഞ് അഞ്ജലി അവളുടെ മുറിയിലേക്ക് പോയി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് കണ്ട് അഞ്ജലി ആരാണെന്ന് നോക്കി.
മഹിമയുടെ മെസ്സേജായിരുന്നു. ഹായ് ചേച്ചി, ഐ എം മഹിമ, ഇറ്റ്സ് മൈ നമ്പർ. മഹിമയുടെ മെസ്സേജ് വായിച്ചതിന് ശേഷം അഞ്ജലി ഒരു ഹാർട്ടിൻ്റെ ഇമോജി മഹിമയ്ക്ക് അയച്ചു. റിപ്ലൈ വന്നതും മഹിമ ഓൺലൈനിൽ വന്ന് ഹായ് ചേച്ചി എന്നൊരു മെസ്സേജ് അഞ്ജലിക്ക് അയച്ചു. ഹായ് മഹി, ചേച്ചിയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അച്ചമ്മയ്ക്ക് ധൃതിയായി ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ഒരു ചേച്ചിയെ കിട്ടിയ സന്തോഷത്തിൽ ഞാനും എക്സൈറ്റ്മെൻറ്റിലാണ്. ഓ, നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ വളരെ സന്തോഷം മഹിക്കുട്ടി. എനിക്ക് ചേച്ചിയോട് സംസാരിച്ച് മതിയായില്ല. ഞാൻ രാത്രി വിളിച്ചോട്ടെ? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവോ? സന്തോഷമേ ഉള്ളൂ ഒരു അനിയത്തി കൂടി കിട്ടിയതിൽ. മഹിക്കുട്ടിക്ക് എപ്പോൾ വേണേലും എന്നെ വിളിക്കാം, ഓക്കെ? മഹിമയ്ക്ക് മെസ്സേജ് അയച്ച ശേഷം അഞ്ജലി അവളുടെ ലവ് ബേർഡ്സിൻ്റെ അടുത്തേക്ക് പോയി. കോവിലിൽ സംഭവിച്ച കാര്യങ്ങൾ അഞ്ജലിയുടെ ചിന്തകളിൽ വന്നു. സായിയുടെയും അഞ്ജലിയുടെയും കഴുത്തിൽ ഹാരം വന്ന് വീണ നിമിഷമോർത്ത് അവളുടെ മനസ്സ് കുളിരുകോരി. നാണത്താൽ അവളുടെ മുഖം ചുവന്നു തുടുത്തു. മീറ്റിങ്ങിനിടയിൽ സായിയുടെ ഫോണിൽ നിന്ന് മെസ്സേജിൻ്റെ ശബ്ദം കേട്ട് സായ് ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തു നോക്കി. ഹായ് സായ്, ഐ എം അഞ്ജലി. അഞ്ജലിയുടെ മെസ്സേജ് കണ്ടതും സായിയുടെ മനസ്സിൽ ഒരു പുഞ്ചിരി വിടർന്നു. പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് കാരണം ഐ ആം ഇൻ എമർജൻസി മീറ്റിംഗ്, ഐ വിൽ കോൾ യു ലേറ്റർ എന്നൊരു മെസ്സേജ് സായ് അഞ്ജലിക്ക് അയച്ചു. ഓക്കെ എന്ന് റിപ്ലൈ അയച്ച ശേഷം അഞ്ജലി ഫോണിൽ സായിയുടെ ഇൻ്റർവ്യൂ എടുത്ത് കാണാൻ തുടങ്ങി. ഡൽഹിയിൽ അനുരാധ കൂട്ടുകാരികളുമായി കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത സീറ്റിലേക്ക് ഒരാൾ വരുന്നത് കണ്ട് പെട്ടെന്ന് അനുരാധ ഒന്ന് ഞെട്ടിപ്പോയി. അയാളെ കാണുമ്പോൾ സായിയെ പോലെ അനുരാധയ്ക്ക് തോന്നി. അനുരാധ അയാളെ വീണ്ടും ഒന്നുകൂടി നോക്കി. അനുരാധയുടെ മനസ്സിൽ സായിയുടെ മുഖം തെളിഞ്ഞു. പെട്ടെന്ന് അനുരാധ, താൻ എന്താടോ ഈ നോക്കുന്നത്? കൂട്ടുകാരിയിൽ ഒരാൾ ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് അയാളെ എവിടെയോ കണ്ട പോലെ തോന്നി. എന്നാലും നീ ഇങ്ങനെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ? FMS കോളേജിൽ തന്നെ MBA ചെയ്യണമെന്ന് നിനക്ക് അത്രയും ആഗ്രഹമായിരുന്നില്ലേ? എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ. നിങ്ങളിങ്ങനെ സെൻറ്റി ആക്കല്ലേ. ഞാൻ പോയാലും ഇടയ്ക്കെല്ലാം വരുമല്ലോ. പിന്നെന്താണ്? നീയല്ലേ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് MBA ചെയ്യാം, എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ. അതുകൊണ്ടല്ലേ അരുണിൻ്റെ കൂടെ ഞാൻ സ്റ്റേറ്റ്സിൽ പോകാതെ ഇവിടെ തന്നെ നിന്നത്. എന്നിട്ട് നീ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ ചതിക്കുമെന്ന് കരുതിയില്ല. നീരസത്തോടെ കൂട്ടുകാരി പറഞ്ഞു. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടല്ലേ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ. എന്താണ് അത്രയും പ്രധാനപ്പെട്ട കാര്യം? അതൊക്കെ ഞാൻ വഴിയേ പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ നാട്ടിൽ പോകുന്നത്. നിങ്ങളിവിടെ MBA ചെയ്യും. അത് കഴിഞ്ഞതും നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ? പ്ലീസ്. അനുരാധ അവരെ സമ്മതിപ്പിച്ചു. മോളെ, എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ സായിയാണ്. അത് നേടാനുള്ള വഴിയിലാണ് ഞാൻ. അവനെ സ്വന്തമാക്കിയിട്ടേ എനിക്കിനി മറ്റെന്തുമുള്ളൂ. അധികം വൈകാതെ ഈ അനുരാധ അത് നേടും. അനുരാധ മനസ്സിൽ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് നീ നാട്ടിൽ പോകുന്നത്? നാളെ തന്നെ. നീ പോയാലും ലീവുള്ളപ്പോഴെല്ലാം നീ വരണേ. തീർച്ചയായും ഞാൻ വരും. നിങ്ങളെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യും, അനുരാധ പറഞ്ഞു. അനുരാധ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. മോളെ, എത്ര മണിക്കാണ് ട്രെയിൻ? അനുരാധയുടെ അമ്മ ചോദിച്ചു. നാളെ ഈവനിങ് 6 o'clock അമ്മേ. ഞാൻ അവരെ വിളിച്ച് വിവരം പറയട്ടെ? സ്റ്റേഷനിൽ സായി വരുമല്ലോ. വേണ്ടമ്മ, ഒരു സർപ്രൈസ് ആയിട്ട് പോകാം, അതല്ലേ ത്രില്ല്. നീ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ? ഒരുവിധം എല്ലാം എടുത്തു. ഇനി വല്ലതുമുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ പറയാം. അനുരാധ അവളുടെ മുറിയിലേക്ക് വന്നു. നാട്ടിലേക്ക് പോകാൻ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്തു വെച്ചു. സായിയെ സ്വന്തമാക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലായിരുന്നു അനുരാധ. സായിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അനുരാധ ചിരിച്ചുകൊണ്ട്, സായ്, ഞാൻ ഇതാ വരുന്നു നിന്റെ ജീവിതത്തിലേക്ക്, അനുരാധ പറഞ്ഞു. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അനുരാധയുടെ വരവ് സായിയുടെയും അഞ്ജലിയുടെയും ജീവിതത്തെ തകർക്കാനാണോ? കഥയുടെ വഴിത്തിരിവിനായി കാത്തിരിക്കുക.